ദിനപത്രം 2025 ഒക്ടോബർ 22 ബുധൻ. MSF സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് എഴുതുന്നു, ഡൽഹി ഡീലും PM ശ്രീയും. ബംഗാളും തമിഴ്നാടും ഉൾപ്പെടെ PM ശ്രീയെ അടുപ്പിക്കാതെ ധീരമായി മുന്നോട്ടു പോകുമ്പോൾ സ്വന്തം ഘടകകക്ഷികളുടെ പോലും എതിർപ്പ് വകവെക്കാതെ പിണറായിക്ക് എങ്ങനെയാണ് PM ശ്രീ പ്രിയങ്കരമായത്? ദേശീയതലത്തിൽ RSS തയ്യാറാക്കിയ പദ്ധതിയാണ് ദേശീയ വിദ്യാഭ്യാസ നയം 2020. ഈ പദ്ധതി ഇന്ത്യയിൽ നടപ്പാക്കാനുള്ള ഒരു ഉപകരണമായാണ് PM ശ്രീ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. അതായത് സമ്പൂർണ്ണമായി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയ രാജ്യത്തെ 14,500 വിദ്യാലയങ്ങളെ വിഭാവനം ചെയ്യുന്നതാണ് PM ശ്രീ. ഇത് നടപ്പിലാക്കാൻ BJP ഇതര സംസ്ഥാനങ്ങൾ തയ്യാറാകില്ലെന്നറിയുന്ന കേന്ദ്രം ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകാനുള്ള സർവശിക്ഷാ അഭിയാൻ സ്കീം മുഖേന നൽകാനുള്ള ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ എതിർക്കുന്നതാണ് മോദിയുടെ ദേശീയ വിദ്യാഭ്യാസ നയവും PM ശ്രീയും. ഗാന്ധിയെ വധിച്ചതും മുഗൾ ചരിത്രവും ഇന്ത്യയിലെ സോഷ്യലിസവും നിരവധി ചരിത്രങ്ങൾ വെട്ടിനിരത്തി ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായുള്ള സംഘപരിവാർ ആശയങ്ങളാണ് ഈ സ്കൂളിലെ പാഠ്യവിഷയങ്ങളായി വരിക. ഹിന്ദി ഭാഷയുടെ അടിച്ചേൽപ്പിക്കലും നമ്മുടെ പ്രാദേശിക ഭാഷയുടെയും അറബി, ഉറുദു തുടങ്ങിയ ഭാഷാ പഠനങ്ങളും ഈ സ്കൂളുകളിൽ സാധ്യമാകില്ല. എന്നാൽ ഇപ്പോൾ സർക്കാരിൻ്റെ നയം മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രതിയായ ലാവ്ലിൻ കേസ് ഇപ്പോൾ മകനിലും എത്തിയിരിക്കുകയാണ്. മകൾ വീണ വിജയന്റെ അഴിമതികളും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും വന്നിരിക്കുകയുമാണ്. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി BJP മന്ത്രിമാരെ സന്ദർശിച്ചതിന് ശേഷമാണ് നിലപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് പാഠ്യപദ്ധതി തയ്യാറാക്കണം, കേന്ദ്ര പുസ്തകങ്ങളും പഠിപ്പിക്കണം. അതിൻ്റെ മേൽനോട്ടവും നിയന്ത്രണവും കേന്ദ്ര ഏജൻസിക്ക് കൈമാറണം. പദ്ധതി രേഖയിലെ 6 തൂണുകൾ എന്ന ശീർഷകത്തിൽ ഇവ കൃത്യമായി പ്രതിപാദിക്കുന്നുമുണ്ട്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ 2 സ്കൂളുകൾ വീതം ഈ പദ്ധതിക്കായി കൈമാറണം. എന്നാൽ കേരളത്തിലെ സ്കൂളുകളിൽ വിവിധ കാലങ്ങളിലായി എല്ലാ സർക്കാരുകളും നടത്തിയ വികസനത്തിൻ്റെ ഭാഗമായി മികച്ച ക്ലാസ് റൂമുകളും ഗ്രൗണ്ടുകളും സ്മാർട്ട് റൂമുകൾ, ലാബുകൾ, ലൈബ്രറി എന്നിങ്ങനെ സർക്കാർ MLA, MP, CSR ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ഇവയെല്ലാം നിർമ്മിക്കാനായിട്ടുണ്ട്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ PM ശ്രീ ഫണ്ടുകൾ ചിലവഴിക്കുന്നത് മേൽപ്പറഞ്ഞ ഈ വികസനങ്ങൾക്കാണ് എന്നതാണ്. ഇവയെല്ലാം കേരളത്തിലെ സ്കൂളുകളിൽ ഉള്ളതുകൊണ്ട് PM ശ്രീ പദ്ധതി വഴി ലഭിക്കുന്ന ഫണ്ടുകൾ വളരെ കുറവായിരിക്കും. നമ്മളെല്ലാ സൗകര്യങ്ങളും നടപ്പിലാക്കിയ സ്കൂളുകൾ RSSൻ്റെ ഓഫീസാക്കാനാണ് കേന്ദ്രത്തിന് ഇതിലൂടെ കൈമാറുന്നത്. ഈ കേന്ദ്ര പദ്ധതി നാളത്തെ RSSകാരെ വാർത്തെടുക്കാനുള്ളതാണ്. PM ശ്രീ പദ്ധതി കൊണ്ട് കേരളത്തിന് സാമ്പത്തികമായി ലാഭമില്ല എന്നതിന് 2020 ആരംഭിച്ച ഈ പദ്ധതിയുടെ കാലാവധി തീരാൻ ഇനി 1 വർഷം മാത്രമേയുള്ളൂ എന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ വന്നാൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 150 സ്കൂളുകൾക്ക് ആകെ 22 ലക്ഷം രൂപ വീതമാണ് ലഭിക്കുക. അതിൽ തന്നെ 40% സംസ്ഥാനം വഹിക്കുകയും വേണം. ഇതിൻ്റെ പേരിൽ കേന്ദ്രം തടഞ്ഞുവെച്ച കേരളത്തിന് ലഭിക്കാനുള്ള 1,300 കോടി രൂപ ലഭിക്കാനാണ് കീഴടങ്ങിയത് എന്നാണ് CPMൻ്റെ വാദം. അത് തീർത്തും ജനങ്ങളെ കബളിപ്പിക്കലാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാട് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ ലംഘനം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയിൽ കേസ് നടത്തി പോരാടി അനുകൂല വിധി നേടിയിരിക്കുകയാണ്. RSSൻ്റെ കാൽക്കീഴിൽ പോയി സ്വന്തം ജനതയെ ഒറ്റുകൊടുക്കാതെ തമിഴ്നാട് സർക്കാർ നിവർന്നു നിന്നാണ് തങ്ങളുടെ തടഞ്ഞുവെച്ച പണം അവകാശമായി വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ വേറെ വഴിയില്ലാതെയാണ് ഈ കീഴടങ്ങൽ എന്ന് CPM വാദം പച്ചക്കള്ളമാണ്. പിണറായി വിജയൻ കേരളത്തിൽ RSSുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിൻ്റെ തുടർച്ചയാണിത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് RSS ആചാര്യനായ ശ്രീ എമ്മിന് യോഗ സെൻറ്റർ പണിയാൻ തിരുവനന്തപുരത്ത് 5 ഏക്കർ സർക്കാർ ഭൂമി സമ്മാനമായി നൽകിയത്. കേരളം ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പറയുന്ന പാഠപുസ്തകങ്ങളും സിലബസും ഉൾപ്പെടുത്തിയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അങ്ങനെ ഒരിക്കലും സാധിക്കില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ PM ശ്രീ പദ്ധതിയിൽ ചേരുകയും പിന്നീട് അതിലെ മോദിയുടെ ചിത്രം പതിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഉപാധികൾ അംഗീകരിക്കാതെ വന്നപ്പോൾ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് ശിവൻകുട്ടിയുടെ വാദം പച്ചക്കള്ളമാണ്. കാരണം പ്രീ കണ്ടീഷനുള്ള MOയും ഒപ്പിട്ടാൽ മാത്രമേ കേരളത്തെ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുകയുള്ളൂ. ഈ പ്രീ കണ്ടീഷനിൽ വരുന്നതാണ് സിലബസും സ്കൂളിൻ്റെ PM ശ്രീ എന്നതും മോദിയുടെ ചിത്രം സ്ഥാപിക്കണം എന്നതുമെല്ലാം. നാളത്തെ ABVP പ്രവർത്തകരെ സൃഷ്ടിക്കാനാണ് കേരളത്തെ പിണറായി വിജയൻ RSSന് എഴുതി കൊടുത്തിരിക്കുന്നത്. സ്വന്തം മുന്നണിയെപ്പോലും അവഗണിച്ച പിണറായി വിജയൻ ഈ പണി ചെയ്യുന്നത് സ്വന്തം കുടുംബത്തെ ഇടിയിൽ നിന്ന് രക്ഷിക്കാനാണ്. രാജാവ് മൂളുമ്പോൾ മാത്രം ഇൻക്വിലാബ് വിളിക്കുന്ന പ്രത്യേകതരം സംഘപരിവാർ പോരാട്ടം നടത്തുന്ന SFI നേതാക്കൾ ഇനി പാർട്ടി ആഫീസിൽ ABVPയുടെ ഒരു ബെഞ്ച് അധികം വെക്കേണ്ടതാണ്. നിങ്ങളിങ്ങനെ 2 ഓഫീസുകളായി ചെലവ് കൂട്ടേണ്ടതില്ല. തയ്യാറാക്കിയത് തിഷണ അക്കാദമി ഇരുമ്പുഴി. ശബ്ദം KVA അസീസ് ചുങ്കത്തറ.